എൻ്റെ പേര് ഡോക്ടർ സിത്താര ഹരിദാസ്. ഞാൻ ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് പുതിയതൊരു കണ്ണൂരിൽ ഡെന്റൽ സർജനാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിൽ നമ്മളിവിടെ അത്യാവശ്യം എല്ലാ ട്രീറ്റ്മെന്റ്സും കവർ ചെയ്യുന്നതാണ്. നമ്മൾ ജനറൽ ഡെന്റിസ്ട്രി ആയിട്ട് നമ്മൾ പല്ലിന്റെ ക്ലീനിങ്, സാധാരണ ഫില്ലിങ്സ്, പല്ലിന്റെ കളറിൽ തന്നെ ഫില്ലിങ്സ് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ വലിയവർക്കുള്ള റൂട്ട് കനാൽ പോലെ തന്നെ കുട്ടികളിൽ നമ്മൾ ചെയ്തു വരുന്നത് പൾപ്പെക്ടമി, പൾപ്പോട്ടമി എന്ന് പറഞ്ഞുള്ള ട്രീറ്റ്മെന്റ്സും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് പല്ല് ഓർത്തോ ട്രീറ്റ്മെന്റ്സ് ആണ്. അത് നമ്മൾ അലൈനേഴ്സ് വരെ നമ്മളിവിടെ അവൈലബിൾ ആണ്. പിന്നെ സ്മൈൽ കറക്ഷൻ, അതായത് മോണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും പിന്നെ ചിരി പ്രധാനമായിട്ടും കറക്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കും ഇവിടെ വന്ന് നമുക്കത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. പല്ലിന്റെ ഏത്തന കുത്തന ഉള്ള പ്രശ്നങ്ങൾക്ക്, അതായത് കമ്പി അല്ലാതെ രീതിയിൽ നമുക്ക് വീറ് വെച്ച് നമുക്ക് ട്രീറ്റ്മെന്റും ചെയ്യാവുന്നതാണ്. പലപ്പോഴും പേഷ്യൻസ് വന്ന് ചോദിക്കുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ പല്ല് നമുക്ക് കേടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പറിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. കുട്ടികളുടെ പല്ല് നമുക്ക് അതായിട്ടുള്ള സമയത്തിൽ മാത്രമേ പറിക്കാൻ പാടുള്ളൂ. 6 വയസ്സിൽ പറിക്കാൻ പറ്റുന്ന പല്ല് മാത്രമേ നമുക്ക് 6 വയസ്സിൽ പറിക്കാൻ പറ്റുള്ളൂ. 13, 14 വയസ്സ് വരെ കുട്ടികളെ പല്ല് പോകാനുള്ള സമയമുണ്ട്. 14 വയസ്സുള്ള പല്ല് നമ്മൾ 6 വയസ്സിൽ പറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും കാലത്തെ ഒരു ഗ്യാപ്പിന് ഇനി പിന്നെ അതിന്റെ തൊട്ടു മുമ്പിലും ബാക്കിലും വരുന്ന പല്ലുകളൊക്കെ സാധാരണ പാൽപ്പല്ലിനെയും കാട്ടിയും ഇരട്ടി സൈസുള്ള പല്ല് ആയതുകാൽ ആ പല്ല് ബ്ലോക്ക് ചെയ്ത് അടിയിൽ നിന്ന് വരാനുള്ള പല്ലിന് ബ്ലോക്ക് ചെയ്യാനുള്ള ചാൻസും സ്ഥാനം തെറ്റി വരാനുള്ള ചാൻസും കൂടുതലായ കാരണമാണ് നമ്മൾ ആ സമയത്ത് തന്നെ പറിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. നേരത്തെ പറിക്കുമ്പം ഇതായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഭാവിയിൽ കമ്പിയിട്ട് വലിക്കേണ്ട, അതായത് ഓർത്തോ ട്രീറ്റ്മെന്റും കറക്ഷനും പിന്നെ സർജിക്കലായിട്ടുള്ള കാര്യങ്ങളും ചെയ്യേണ്ടത് വരുന്നത് കാരണം നമ്മൾ നേരത്തെ അത് ആഴത്തിലുള്ളതാണെങ്കിൽ റൂട്ട് കനാല് പോലെ പൾപ്പെക്ടമി, പൾപ്പോട്ടമി എന്ന് പറഞ്ഞുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കുട്ടികൾക്ക് ചെയ്ത് നിലനിർത്തുന്നതാണ്. പിന്നെ ആ ഒരു സമയം, അതായത് സാധാരണ പല്ല് എങ്ങനെയാണോ ദ്രവിച്ചു പോകുന്നത് അതേപോലെ തന്നെ 13, 14 വയസ്സാകുമ്പോൾ നമ്മൾ ഈ പൾപ്പെക്ടമി, പൾപ്പോട്ടമി ചെയ്തിട്ടുള്ള പല്ലുകളും ദ്രവിക്കാൻ നമ്മൾ അതിനെ സഹായിക്കുമെന്ന് നമ്മൾ ഈ പ്രൊസീജിയർ കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്നതാണ്, അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല്ല് പൊട്ടിപ്പോകാനുള്ള ചാൻസും അല്ലെങ്കിൽ ആടാനുള്ള ചാൻസും കൂടുതലാണ്. അത് അവർക്ക് ഇഞ്ചുറീസിന്റെ ഹൈ പ്രോബബിലിറ്റി ഉള്ളത് കാരണമാണ്. അങ്ങനെയുള്ള സമയത്ത് ചെറിയ ആട്ടമാണെങ്കിൽ അത് തനിയെ താൽക്കാലികമായിട്ട് നോർമൽ ആവാൻ അല്ലെങ്കിൽ നോർമൽസിയിലേക്ക് വരാനുള്ള ഹൈ പ്രോബബിലിറ്റി ഉണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല ആട്ടം ഉണ്ടെങ്കിൽ പല്ല് എടുക്കുകയും പിന്നെ അവിടെ ആ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യും നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഒരു പല്ല് അതിൻ്റെതായിട്ടുള്ള സമയത്തല്ലാതെ അത് തെറ്റിയോ അതിന് മുമ്പെയോ എടുക്കുകയാണെങ്കിൽ അതിന് ഭാവിയിൽ കുറെ കോൺസിക്വൻസസ് ഉണ്ടാവും. അതായത് പിന്നെ വരുന്ന പല്ല് അല്ലെങ്കിൽ അപ്പുറത്തിപ്പുറത്ത് വരുന്ന പല്ല് അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ചാൻസ് ഹൈ ആണ്. അപ്പൊ ആ പല്ല് അതിൻ്റെ ഉള്ളിൽ സ്റ്റക്ക് ആവാം. അപ്പൊ അതിന്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ പല്ലിന്റെ അവിടെ സ്പേസ് മെയിൻറ്റെയിനർ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ചില പേഷ്യൻസ് വരുന്നത് ഈ കോട്ട് വായ ഇടുമ്പം ഇവിടെ ബ്ലോക്ക് ആയി, അതായത് പിന്നെ വായ അടയ്ക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സസ് ആയിട്ട് വായ തുറക്കുമ്പം ചിലവർക്ക് ഇവിടെ ഒരു വായ തുറക്കുന്നതും അടയ്ക്കുന്ന ഒരു ജോയിന്റ് ആണ്, ബോൾ ആൻഡ് ഹിഞ്ച് ജോയിന്റ്. ആ എല്ല് അതിനകത്ത് പുറത്തു പോയി സ്റ്റക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഇതിനുള്ള പേഷ്യൻസ് പാനിക് ആവരുത്, പേടിക്കരുത്. അടുത്തുള്ള ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരത് താഴ്ത്തി തിരിച്ച് കയറ്റി തരും. നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റില്ല. ഓക്കെ, എത്രത്തോളം ഡിലേ ആവുന്ന അവിടെ കുറെ സ്ട്രെസ് ഉണ്ടാവും എന്നല്ലാതെ നിങ്ങൾക്ക് എന്തായാലും അടയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ അടുത്തുള്ള ക്ലിനിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അവരത് അവരുടെ ആയിട്ടുള്ള ഒരു താഴോട്ട് പ്രസ് ചെയ്തിട്ട് ബാക്കോട്ട് ആക്കുമ്പോൾ മാത്രമേ അത് പോലും. അത് മാത്രമല്ല, ഇത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ കോട്ടുവായുമ്പോൾ എപ്പോഴും നമ്മൾ ജോനെ സപ്പോർട്ട് ചെയ്തിട്ട് വേണം കോട്ടുവായ ഇടാൻ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഒരിക്കൽ വരാനുള്ള ചാൻസ് ഉള്ള പേഷ്യൻസിനാണ് അവർക്ക് വീണ്ടും വീണ്ടും ഇത് സംഭവിക്കാൻ ഹൈ ചാൻസസ് ആയത് കാരണം അവരെപ്പോഴും അവരുടെ ജോ അല്ലെങ്കിൽ താടി സപ്പോർട്ട് ചെയ്തിട്ട് വേണം കോട്ടുവായ ഇടാൻ. നമ്മളുടെ ജീവിത ശൈലി കാരണം അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്സോ ടെൻഷനോ കാരണം ചില പേഷ്യൻസ് കണ്ടുവരുന്നത് രാത്രി പല്ല് കടിക്കുന്ന ഒരു ശീലം ഉണ്ടാവാറുണ്ട്. അത് അവർക്ക് അറിയില്ല. അവർക്ക് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പം ഈ ജോയിന്റ്സ് രണ്ടും ഭയങ്കര വേദന, തലവേദന, ഇങ്ങനെയുള്ള സിംറ്റംസ് ആണ് പറയാറുള്ളത് പിറ്റേ ദിവസം. അപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസിന് ചെയ്യാനുള്ളത് അവരുടെ സ്ട്രെസ് അല്ലെങ്കിൽ ജീവിതശൈലി ഒന്ന് ചെറുതായിട്ട് മാറ്റി പിടിക്കുക എന്നുള്ളത് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം, ആസ് എ ഡെന്റൽ ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് മൗത്ത് ഗാർഡ് എന്നുള്ളൊരു കാര്യം നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതായത് താഴെയും മേളിലും പല്ലിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ പല്ലിനെ കവർ ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. അത് ഇട്ടിട്ട് രാത്രി കിടക്കുവാണെങ്കിൽ ഈ പല്ലുകൾ തമ്മിൽ ഒരയുന്നത് രാത്രി കുറയും. അതുകാൽ
അവർക്ക് പിറ്റേ ദിവസം എണീക്കുമ്പം ഈ പ്രഷർ അവർക്ക് ഈ ജോയിന്റ്സിൽ ഉണ്ടാവില്ല.